എടാ തമിഴിൽ കണ്ട പോലെ വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. എന്തൊക്കെയാണ് സാർ പഠിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സൽ സോൾവെന്റ് അഥവാ സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ആരേടാ? വാട്ടറിനെയാണ്. സോ വാട്ടർ അഥവാ ജലത്തെ സാർവിക ലായകം എന്ന് പറയാൻ കാരണം എന്താ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. സോ നോക്കിക്കോ, സിൻ ദ വാട്ടർ ക്യാൻ ഡിസോൾവ് ദ വൈഡ് വെറൈറ്റി സബ്സ്റ്റൻസ്, അതായത് വ്യത്യസ്തമായ നിരവധി പദാർത്ഥങ്ങളെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ലയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെന്റ് സാർവിക ലായകം എന്ന് പറഞ്ഞാൽ വെള്ളമാണെന്ന് പറയാൻ കാരണം. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ടറിനെ, വെള്ളത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ സോഫ്റ്റ് വാട്ടർ, രണ്ടാമത്തത് ഹാർഡ് വാട്ടർ, മൃദുജലവും കഠിനജലവും. സെറ്റ് അല്ലേടാ? അതായത് എന്താണ് സാർ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും? സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് നന്നായി പതയുന്ന വെള്ളത്തെ പറയുന്ന പേരാണ് സോഫ്റ്റ് വാട്ടർ അഥവാ മൃദുജലം. അങ്ങനെയാണെങ്കിൽ സാർ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എടാ സോപ്പ് നന്നായി പതയാത്ത വെള്ളത്തെ പറയുന്ന പേരാണ് ഹാർഡ് വാട്ടർ. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഹാർഡ് വാട്ടർ, ഈ സോഫ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, സോ ഈ ഹാർഡ് വാട്ടറിനെ അല്ലെങ്കിൽ ഹാർഡ്നെസ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്നാമത്തെ ടെമ്പററി ഹാർഡ്നെസ്, രണ്ടാമത്തെ പെർമനന്റ് ഹാർഡ്നെസ്. പഠിക്കാതെ പോകണ്ട. സോ ടെമ്പററി ഹാർഡ്നെസ്സിന് റീസൺസ് പഠിച്ചിട്ട് പോയിക്കോ. ദ ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം. സോ ഹാർഡ്നെസ് എന്ന് കേൾക്കുമ്പോൾ നിന്റെ മക്കളെ ഓർമ്മ വരണം കാൽസ്യം, മാഗ്നീഷ്യം. പഠിച്ചു വെക്കണേ. ആരൊക്കെയാടാ? ഒരു മിനിറ്റ് ഒന്ന് വായിക്കട്ടെ. സോ നോക്കണേ. സോ കാൽസ്യവും മാഗ്നീഷ്യവും. സോ സിമ്പിൾ ആടാ, കാൽസ്യം, മാഗ്നീഷ്യം. സോ ഈ കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണെങ്കിൽ അത് എന്ത് ഹാർഡ്നെസ് ആടാ? ടെമ്പററി ഹാർഡ്നെസ് ആണ്, അഥവാ അസ്ഥിരമായിട്ടുള്ള കാഠിന്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവന് ചൂടാക്കി കഴിഞ്ഞാൽ, ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ ഹാർഡ്നെസ് എന്ത് ചെയ്യാൻ പറ്റും? ഇവന്റെ കാഠിന്യം നമുക്ക് കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാടാ? ഇത് കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റ്, ക്ലോറൈഡ്. പഠിച്ചു വെക്കേ. കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളും ആണെങ്കിൽ അതെന്താടാ? പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ബോയിലിംഗ് ചെയ്താലും ക്യാൻ റിമൂവ് ഇറ്റ് ആണ്, ഒഴിവാക്കാൻ പറ്റൂല. തിളപ്പിച്ച് കഴിഞ്ഞാലും അവന്റെ ഹാർഡ്നെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല, കുറക്കാൻ പറ്റൂല. അപ്പൊ പഠിച്ചല്ലോ. അപ്പൊ ഹാർഡ്നെസ് രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് ടെമ്പററി, രണ്ടാമത്തെ പെർമനന്റ്. വാട്ടറിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഒന്ന് സോഫ്റ്റ് വാട്ടർ, രണ്ടാമത്തെ ഹാർഡ് വാട്ടർ. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടറിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം. ഇത് നോക്കാതെ പോകരുത്. അതായത് നമ്മൾ വാട്ടറിന്റെ മുകളിലൊക്കെ ഒരു ബ്ലേഡ് മെല്ലെ വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ ഇങ്ങനെ ഒരു ലെയറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ചില പ്രാണികളൊക്കെ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ മണ്ടി പാഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്? സർഫസ് ടെൻഷൻ ആണ്, പ്രതലബലമാണ്. സെറ്റ് അല്ലേ? ഇനി നോക്കാനുള്ളത് എന്താണ്? പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അതായത് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇതും പ്രഷറും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. ഹൈറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഉയരം കൂടുമ്പോൾ പഠിക്കണേ. ഉയരം കൂടുമ്പോൾ എന്ത് കുറയുന്നു? മർദ്ദം കുറയുന്നു, അഥവാ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ കുറയുന്നുണ്ട്. സോ ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കുറയുന്നുണ്ട്, ലോ പ്രഷർ ആവുന്നുണ്ട്. ഈ പ്രഷറും ബോയിലിംഗ് പോയിന്റും ഒരേപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റും എന്താടാ? ഓൾസോ ഡിഗ്രീസ് ആണ്, ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ മർദ്ദം കുറയുമ്പോൾ തിളനിലയും കുറയുന്നു, മർദ്ദം കൂടുമ്പോൾ തിളനിലയും കൂടുന്നു, ബോയിലിംഗ് പോയിന്റും കൂടുന്നു. അപ്പൊ ഹൈറ്റ് കൂടിയ പ്രദേശങ്ങളിൽ എന്താടാ? പ്രഷർ കുറവായിരിക്കും, അവിടെ ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. അവിടെ സ്ലോ ആയിട്ടായിരിക്കും കുക്കിംഗ് നടക്കുക, പെട്ടെന്ന് കുക്കിംഗ് നടക്കൂല. അടുത്ത എന്താടാ? ഹൈ പ്രഷർ ഉള്ള ഭാഗങ്ങൾ എന്താടാ? ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അവിടെ എന്താ? ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. സെറ്റ് ആണല്ലോ, പഠിച്ചു വെച്ചോടാ. സോ അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പ്രഷർ കുക്കർ. സോ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലടാ. പ്രഷർ കുക്കറിൽ എന്ത് കൂടുതലായിക്കൂടാ? നമുക്ക് പേരിലുള്ള പോലെ തന്നെ പ്രഷർ കുക്കറിൽ പ്രഷർ എന്തായിരിക്കും? മർദ്ദം വളരെ കൂടുതലായിരിക്കും. മർദ്ദം കൂടുമ്പോൾ അവിടെ ബോയിലിംഗ് പോയിന്റും ഓൾസോ ഇൻക്രീസ് ആണ്, തിളനിലയും കൂടുന്നുണ്ട്. കിട്ടിയില്ലേ? ബോയിലിംഗ് പോയിന്റും കൂടുന്നുണ്ട്. സിമ്പിൾ ആണ് സർ. അപ്പൊ തിളനിലയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഈ പ്രഷർ കുക്കറിലെ ബോയിലിംഗ് പോയിന്റ് എത്ര ചോദിച്ചാൽ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്, 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത്? പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. സെറ്റ് അല്ലേ? ഇനി ചാപ്റ്റർ അടുത്ത് നോക്കാൻ എന്താടാ? ഹീറ്റ് കപ്പാസിറ്റി ആണ് ജലത്തിന്റെ താപധാരിത എന്ന് പറഞ്ഞാലാണ്. സോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഹീറ്റിന് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇഷ്ടം പോലെ താപത്തെ കൈവരിക്കാൻ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാ? നമ്മളെ വാട്ടറിനുണ്ട്. ഈ ഹീറ്റ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ പഠിക്കണ്ടേ. എടാ നമ്മളെ വെഹിക്കിൾസിലെ റേഡിയേറ്ററുകളിൽ കൂളന്റ് ആയിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചൂടുള്ള വസ്തുക്കളെ, ഹോട്ടായുള്ള സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ, തണുപ്പിക്കാനും വേണ്ടി വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില നിലനിർത്താൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്. സോ ഈ 3 പോയിന്റ് എന്ത് ചെയ്യാൻ? പഠിച്ചു വെച്ചോളാം. സെറ്റ് ആണല്ലോ. ഇനി ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കാം ഇലക്ട്രോലൈസ് ഓഫ് വാട്ടർ ആണ്. അതായത് വെള്ളത്തിന്റെ, ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം. ഒരു
ഒരു ഡിവൈസ് പഠിക്കാണ്ട് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ആണ്, ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ ആണ്. സോ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ H2O എന്നല്ലേ. സോ ഈ H2O നമ്മൾ കറന്റ് കടത്തി വിട്ടാൽ, വൈദ്യുതി കടത്തി വിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വാട്ടറിലൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പറഞ്ഞ പേരാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ. എന്തിന്റെ പ്രസൻസിലാണ് നടക്കുക, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് നടക്കുക. അതുകൊണ്ടാണ് അത് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറയാൻ കാരണം. സോ അങ്ങനെ സർ ഇവിടെ രണ്ട് ടെർമിനൽ ഉള്ളത്, ഒന്ന് പോസിറ്റീവ് ടെർമിനലും ഒന്ന് നെഗറ്റീവ് ടെർമിനലും. ഈ പോസിറ്റീവ് ടെർമിനലിലോട്ട് ആരെ അട്രാക്ട് ചെയ്യാ ചോദിച്ചാൽ ഓക്സിജൻ ആണ്. സോ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടറിൽ പോസിറ്റീവ് ടെർമിനലിൽ ഓക്സിജനും നെഗറ്റീവ് ടെർമിനലിൽ ഹൈഡ്രജനുമാണ് വരിക എന്നുള്ള കാര്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ച് സെറ്റ് ആക്കുക. അതിന്റെ കൂടെ തന്നെ പഠിക്കുക സ്ട്രക്ചർ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ H2O ആണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്ന കോമ്പൗണ്ട് ആണ് എന്താ, സംയുക്തമാണ് നമ്മുടെ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ചാപ്റ്ററിന് ഏറ്റവും അവസാനം എന്തായാലും പരീക്ഷ ചോദിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പൊല്യൂഷൻ, അതായത് വാട്ടർ പൊല്യൂഷൻ, ജലത്തിന്റെ മലിനീകരണം. വാട്ടർ പൊല്യൂഷൻ നമുക്കറിയാം എന്തൊക്കെ കാരണങ്ങളാണ്. ദ കെമിക്കൽസ് ഫ്രം ദ അഗ്രികൾച്ചർ ഫീൽഡ്, കാർഷിക മേഖലയിലെ രാസവസ്തുക്കളുടെ കെമിക്കൽസ് ഫ്രം ദ ഫാക്ടറീസ് ഉണ്ട്, ഫാക്ടറികളിൽ നിന്നുള്ള കെമിക്കൽസ് ഉണ്ട്. അതുപോലെ ഓയിൽ ഫ്രം വെഹിക്കിൾസ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ആൻഡ് സോളിഡ് വേസ്റ്റ് ആണ്. ഇത്രയും വേസ്റ്റുകളൊക്കെ നമ്മൾ വെള്ളത്തിൽ കൊണ്ടിടുമ്പോൾ അത് പൊല്യൂഷൻ ആയിട്ട് മാറും അഥവാ ജലമലിനീകരണമായിട്ട് മാറും. അത് എന്താടാ, അത് അക്വാറ്റിക് പ്ലാന്റ്സിന് അല്ലെങ്കിൽ അക്വാറ്റിക് ആനിമൽസിന്, താഴെയുള്ള ജലജീവികൾക്ക്, ജലസസ്യങ്ങൾക്കൊക്കെ ഭയങ്കര ദോഷകരമാണ്. അതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം, കുറക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ എഴുതി വെക്കണം, സെറ്റ് ആക്കണം. സോ മക്കളെ ചാപ്റ്റർ ഇത്ര കാര്യം മാത്രം ഈ ചാപ്റ്റർ നോക്കി പോയാൽ മതി. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും നട്ടല് അഥവാ ബോൺ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളോട് സെറ്റ് ആക്കിയിട്ട് പോയിക്കോളാം. സോ ഇനി ചാപ്റ്റേഴ്സ് അല്ല നമ്മൾ നോക്കുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ബേസിക് സയൻസ് സെറ്റ് ആക്കാൻ വേണ്ടി കൃത്യം 7:30 മണിക്ക് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, 7:30 മണിക്ക് ലൈവിൽ കയറിക്കോളാം. എല്ലാ ബേസിക് സയൻസിൽ എല്ലാ ചാപ്റ്റേഴ്സിലും വരുന്ന മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ആക്കാം. സോ 7:30 ലൈവിൽ കാണാം. ഓക്കെ, സെറ്റ്.